അപ്പൊ ഗൈസ് ഇന്ന് ഫിസയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ഫിസ. അത് കൂടാണ്ട് അയ്യോ ലിപ്സ്റ്റിക് എല്ലാം നല്ലതായല്ലേ, കുഴപ്പമില്ല. അപ്പൊ റോയാടി അവളെ എന്റെ സൗണ്ട് വല്ല ആണുങ്ങളെ പോലെ ഉണ്ടാവും, കാണാൻ പെണ്ണുമായിരിക്കും. അയ്യോ കേക്ക്. അപ്പൊ ഇന്നാണ് നമ്മളെ ഓണം സെലിബ്രേഷൻ. ഓണം കഴിഞ്ഞിട്ട് ഒരു വീക്കായി, പക്ഷെ എനിക്ക് കുഴപ്പമില്ല. ഇന്നാണ് നമ്മളെ ഓണം സെലിബ്രേഷൻ. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ കാര്യം, നമ്മള് വ്ളോഗ് എടുക്കുന്ന പോലെ സിമ്പിൾ അല്ല. എന്തെങ്കിലും കാര്യം ഓർഗനൈസ് ചെയ്യുമ്പോൾ വ്ളോഗിന്റെ കാര്യം ഓർമ്മ ഉണ്ടാവില്ല, ഒരു ഫോട്ടോയുടെ കാര്യം പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. രാവിലെ മുതൽ നല്ലൊരു സദ്യ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എന്റെ മേനാസിന്റെ സുന്ദരി നോക്കി ഒരു ഉമ്മെല്ലാം കൊടുക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ സദ്യ ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്ന് കുറക്ക്. എന്നിട്ട് സദ്യയൊക്കെ കഴിച്ചു. സദ്യയുടെ ഒക്കെ എന്തേലും എന്താ ചെറുതൊക്കെ ക്ലിപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ ആഡ് ആക്കാം. എന്നിട്ട് നമ്മളിനി ഓണം ശരിക്കും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ എന്റെ എല്ലാ ലിപ്സ്റ്റിക്കും തിന്നാണ്. ശരിക്കും അറിയത്തില്ല ഈ വ്ളോഗ് 3 മിനിറ്റ് അങ്ങനെ ഉണ്ടായ ബാക്കിയെന്ന് പറയാം. ഞാൻ ആരെടുത്തേനു തജ്റാദ്. ഇവിടെ എന്റെ ഒരു ജൂനിയർ ഉണ്ട് ഗൈസ്. വ്ളോഗാണ്. ഓണം അത്രക്കൊന്നും വേണ്ടാട്ടോ. ഫുഡ് ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടായി. എടുത്തേക്ക് വാ, പോയിട്ട് വരാം. ഗൈസ് നമ്മളെ മൈനാസ് പറ ബാക്കി. ഇനി മുതൽ മൈനാസ് ഇല്ല എന്നൊക്കെ അങ്ങനെയാണ്. നമ്മളെ ഓണത്തിന്റെ ലോഗോ റിവീലാണ് ഇന്ന്. ഈ ദിവസം ഞാൻ കഴിഞ്ഞ വർഷത്തത് ഓർക്കുന്നു. നമുക്ക് പോയി ലോഗോ റിവീൽ ചെയ്യാം. വിജയ് നോക്കാം വിജയ്. സൂര്യനും ചന്ദ്രനും കാലം വച്ച രക്ഷകന് നിങ്ങൾ കണ്ണനായി വന്നവനെ. ഐസ് അങ്ങനെ നമ്മൾ ഡേറ്റ് റിവീൽ ചെയ്തില്ലെങ്കിലും ലോഗോ റിവീൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്ന് മുതൽ ഒരുക്കങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. ഓണത്തിന്റെ ഒരുക്കങ്ങൾ. അപ്പം അതൊക്കെ എന്തായാലും വഴി വരുമല്ലോ. അപ്പൊ നമുക്ക് ഓണം അടിച്ചു പൊളിക്കാൻ. അപ്പൊ മറ്റന്നാളാണ്, അല്ല ശരിക്കും മറ്റന്നാളാണ് ഓണം. അപ്പൊ നിങ്ങൾക്ക് തിരുവോണം. അതാണ് നല്ലൊരു ഐഡിയ. ഇനി നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്യാം. ഓക്കെ. ഹലോ ഗായ്സ്, അപ്പോൾ ഓണത്തിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഡേറ്റ് ഇപ്പോഴും കൺഫേം ആയില്ല എന്നുള്ളതാണ് ഒരു ചെറിയ സങ്കടം. നമ്മൾ ഇൻസ്റ്റാളേഷൻസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ക്ലാസ് ഉണ്ട്, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ബൈ. നമ്മള് കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോ 3 എണ്ണം വെറുതെ ഇരിക്കും. നോക്ക്, നമുക്ക് 3 ദിവസം കൂടെ അല്ലേ ബാക്കിയുള്ളൂ. 3 ദിവസം കൂടെ ബാക്കിയുള്ളൂ. പക്ഷെ നമ്മുടെ ഇൻസ്റ്റലേഷൻസ് ഒന്നും ആയിട്ടില്ല. നമ്മള് പക്ഷെ സെറ്റ് ആക്കും. കളിക്കണ്ട കേട്ടോ ക്യാമറ. പുതിയ അതിഥികളൊക്കെ കാണിച്ചു ഒരു ഡിപ്രഷനില്ല. ഇല്ല, ഇനി കുറച്ചേരം ബാക്കി പണി വരും. അപ്പൊ ഓണത്തിന് കാണാതെ വരെ ബിഹൈൻഡ് സീൻസ് ഒക്കെ നമ്മള് കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് നാളെ ആട്ടോ ഓണം. നമ്മളിത് ഒന്നും മിണ്ടാക്കോ.
ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് മിണ്ടാണ്ടിക്കോ പൂജ. അപ്പൊ നമ്മൾ ഇന്ന് സദ്യയുടെ കൂപ്പണൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഫുള്ള് തിരക്ക്. ഓണത്തിന്റെ വ്ളോഗ് ഇപ്രാവശ്യം എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് തന്നെ യാതൊരു ഉറപ്പുമില്ല. എൻ്റെ പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ കൂടിയിട്ടാണ് കൂപ്പൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഞങ്ങളുടെ അവസാനത്തെ ഓണമായിരിക്കും. പറച്ചില്. അല്ല, അടുത്ത പ്രാവശ്യം നമ്മൾ മിക്കവാറും കോളേജിലെ ഓണം നടത്തലുണ്ടാവില്ല, അല്ലാണ്ട് സെലിബ്രേറ്റ് ചെയ്യും ഓണം. അത്രയും ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ 1 മണിക്ക് ശേഷം അനന്യ പറ. അനന്യ പറ. എനിക്ക് നല്ല ഷൂട്ട് ചെയ്യുന്നതെന്ന്. നാളെയാണ് ഗൈസ് ഓണം. അങ്ങനെ ലാസ്റ്റ് കോളേജിൽ നിന്ന് ഉണർന്നിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നീ എന്താണ് ബാക്കിൽ നീ സോറി, അയ്യോ ഡിമാൻഡേഴ്സ്. ഓണം വെള്ളത്തിലായി. മഴ പെയ്തിട്ടുണ്ട്. പക്ഷെ മഴ പെയ്താലും ഞാൻ ഇറങ്ങുന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലിരിപ്പ്. നമ്മളിവിടെ മാവേലീനെ കാത്തിരിക്കുകയാണ്. ഇന്ന് കണ്ടോ എൻ്റെ പുതിയ വ്ളോഗിലേക്കെല്ലാം വരുന്നു. ഈ കാണുന്നത് മാത്രമൊന്നായിരുന്നില്ല. ഒരുപാട് എൻജോയ് ചെയ്തതിനിടയിലും അവിടെ കൂടി നടക്കുന്നതിനിടയിലും പലതും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. വേർപ്പാണ്. നമ്മൾ ഉണ്ടാക്കിയ തെയ്യം ബാക്കിൽ കാണുന്നുണ്ടോ? ഡിജോ അടിപൊളിയായിരുന്നു.